ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ദൈനംദിന ജീവിതത്തിൽ പലവിധ ഭാരങ്ങളും പലവിധ ഉത്തരവാദിത്വങ്ങളും ഏൽക്കേണ്ടി വരുന്നവരായിട്ടുള്ള ഈ തിരുവോണം നക്ഷത്രക്കാരിൽ 6-ാം ഭാവത്തിൽ വ്യാഴം നിലനിൽക്കുന്നതായിട്ടൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ. അതുകൊണ്ട് ഈശ്വരാനുഗ്രഹം വളരെ കൂടുതൽ വേണ്ടുന്ന സമയമാണ്. ഈശ്വരാനുഗ്രഹത്തോടുകൂടി വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. ഈ മാർച്ച് മാസത്തിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശനീശ്വരൻ്റെ അനുകൂല സ്ഥിതിയും ബുധൻ്റെയും ശുക്രൻ്റെയും ചൊവ്വയുടെയും എല്ലാം അനുകൂല സ്ഥിതി മൂലം ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമായിട്ട് കാണുന്ന സമയമാണ് ഈ മാർച്ച് മാസത്തിൽ. ഇനി തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അഭിവൃദ്ധിയിലേക്കും ശ്രേയസ്സിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് നോക്കുമ്പോഴാണെങ്കിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ്റെ അനുകൂല സ്ഥിതിയും 5-ാം ഭാവനാഥനായിരിക്കുന്ന ശുക്രൻ്റെ അനുകൂല സ്ഥിതിയും മൂലം വിദ്യാർത്ഥികളിലെ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ. ധനസന്താനകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ 6-ാം ഭാവസ്ഥിതി മൂലം സന്താനങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതലും ശ്രദ്ധ വേണം. ഈ ഒരു സമയങ്ങളിൽ ധനസംബന്ധമായിട്ടാണെങ്കിൽ കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അനാവശ്യമായിട്ടുള്ളതായ പാഴ്ചിലവുകളെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ. എന്നാലോ കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും മനസ്സന്തോഷത്തിനും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ. അതുകൊണ്ട് തിരുവോണം നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്.